ഹായ് അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്പൈസി ഗലേറിയ. ഇന്നൊരു സിമ്പിൾ ഗാർലിക് ഡിപ്പ് അല്ലെങ്കിൽ മയോണൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഗ്രിൽഡ് ചിക്കൻ, ബ്രോസ്റ്റഡ് ചിക്കൻ അല്ലെങ്കിൽ റൊട്ടി ഇതിൻ്റെയൊക്കെ കൂടെ നമുക്കൊരു നല്ലൊരു ഡിപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഗാർലിക് സോസ് അല്ലെങ്കിൽ മയോണൈസ്. പല രീതിയിൽ നമുക്ക് ഇതിനെ തയ്യാറാക്കിയെടുക്കാം. കുക്ക് ചെയ്തിട്ടുള്ള റൈസ് വെച്ചും പൊട്ടാറ്റോസ് വെച്ചും അതുപോലെ തന്നെ പാല് വെച്ചും ഒക്കെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ എഗ്ഗ് വെച്ച് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ടേസ്റ്റി ആയിട്ടും എനിക്ക് അതാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ 2 എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. യെല്ലോ യൂസ് ചെയ്താലും കുഴപ്പമില്ല, നമ്മുടെ സോസിന് ചെറിയ യെല്ലോ ഷെയ്ഡ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. പ്യുവർ വൈറ്റ് കളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എഗ് വൈറ്റ് മാത്രം യൂസ് ചെയ്യുക. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 2 അല്ലി ഗാർലിക്, വലുതാണെങ്കിൽ 1 മതി. 1 ടീസ്പൂൺ വിനേഗർ വേണം. വിനേഗറിന് പകരമായിട്ട് ലൈം ജ്യൂസും എടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മയോണൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എഗ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എഗ് യോക്ക് ആഡ് ചെയ്യുമ്പോൾ ടേസ്റ്റിലൊന്നും ഒരു ഡിഫറൻസും വരില്ല. ആ കളറിലുള്ള ഡിഫറൻസ് മാത്രം, അത് സ്ലൈറ്റ് വേരിയേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഗാർലിക് ചേർത്ത് കൊടുക്കുകയാണ്. ഗാർലിക് സോസ് എന്ന് പറയുമെങ്കിലും ഗാർലിക് യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വിനേഗറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ബ്ലെൻഡർ ക്ലോസ് ചെയ്തിട്ട് ഇത് മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. മയോണൈസ് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായി കിട്ടാൻ നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളിതൊരിക്കലും ഫോർവേഡ് ഡിറക്ഷനിലല്ല ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്, പകരം റിവേഴ്സ് പൾസിലാണ് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. അതും ഒന്നിച്ച് പൾസ് ചെയ്തെടുക്കാണ്ട് നിർത്തി പൾസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റേജിൽ ആഡ് ചെയ്ത എല്ലാം കൂടെ നല്ലപോലെ മിക്സായി കിട്ടിയാൽ നമുക്ക് അതിലേക്ക് ഇനി ഓയിൽ ആഡ് ചെയ്ത് തുടങ്ങാം. ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എല്ലാം കൂടെ ഒന്നിച്ച് ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയല്ല വേണ്ടത്, കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പോർഷൻ ഓയിൽ ആഡ് ചെയ്തിട്ട് റിവേഴ്സ് പൾസിൽ നിർത്തി ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. വീണ്ടും അടുത്ത പോർഷൻ ഓയിൽ ആഡ് ചെയ്തിട്ട് പൾസ് ചെയ്തെടുക്കുകയാണ്. എഗെയിൻ തേർഡ് പോർഷൻ ഓയിൽ ആഡ് ചെയ്തിട്ട് വീണ്ടും പൾസ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ തവണയും ഓയിൽ ആഡ് ചെയ്ത് പൾസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മിക്സ്ചർ ചെറുതായിട്ട് തിക്കായി വരാൻ തുടങ്ങും. അങ്ങനെ എടുത്തിട്ടുള്ള മൊത്തം ഓയിലിന് ഞാൻ 3 സ്റ്റേജസ് ആയിട്ടാണ് ഒഴിച്ചു കൊടുത്ത് പൾസ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും അതൊരു മീഡിയം തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുമുണ്ട്. അറബിക് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൺസിസ്റ്റൻസി എനിക്ക് കറക്റ്റാണ്. ചിക്കനിലേക്കൊക്കെ ഡിപ്പായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ കൂടുതൽ ഓയിൽ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ തിക്കാക്കി എടുക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഗാർലിക് സോസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് പല പേരിലായിട്ടാണ് അറിയപ്പെടുന്നത്. ചിലവർ ഇതിന് മയോണൈസ് എന്ന് പറയും, ചിലവർ ഗാർലിക് ഡിപ്പ് അല്ലെങ്കിൽ ഗാർലിക് സോസ് എന്ന് പറയും, അറബിക്കിൽ ഇതിന് തൂം എന്ന് പറയും. ഏത് പേരിൽ അറിയപ്പെട്ടാലും എല്ലാം സെയിം തന്നെയാണ്. ഒരുപാട് പേർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഷെയർ ചെയ്തിട്ടുള്ളത്. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം. ടിൽ ദെൻ ബൈ ഫ്രം സ്പൈസി ഗലേറിയ.